അതായത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ കോപ്പി വേറെ ആർക്കും അവൈലബിൾ അല്ല എങ്കിൽ അത് ലഭ്യമായ നിരവധി കോപ്പി കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എംപിമാർ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അത് കാണിക്കും. പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞോട്ടെ, പാകിസ്ഥാന്റെ മന്ത്രി എന്താ പറഞ്ഞേ, ഞങ്ങൾ അമേരിക്കയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ഞങ്ങളുടെ ഈ മിലിറ്ററിയുടെ ഹെഡിനെ കൊണ്ട് വിളിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ, അല്ലാതെ അമേരിക്ക ബ്രോക്കർ ചെയ്തു എന്നല്ലോ പറഞ്ഞത്. ഞങ്ങളാണ് പാനിക്കായിട്ട് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ അദ്ദേഹം തന്നെ പറയുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് പോലും പോകാവുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയാനിടയുണ്ട്. ഒരു സെക്കൻഡ്, ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയായിരുന്നു? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണോ തീരുമാനിച്ചത് 11 വിമാനത്താവളങ്ങളെ ആക്രമിക്കണമെന്ന്? ആണോ? ശ്രീ ശ്രീജിത്ത് പണിക്കർ, എന്തെല്ലാമോ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുക. ലോക്സഭാ നടപടികളിൽ ബജറ്റ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം തുടങ്ങിയ കൂട്ടപ്പൊരിച്ചിലാണ്. അതിന്നിപ്പോൾ സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസിൽ എത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു പ്രധാനമന്ത്രിക്ക് ഭയമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാത്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പുസ്തകം അവിടെ വായിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. അത് ആദ്യം കാരവാനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളിന്റെ ഭാഗമാണ് വായിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പുസ്തകം തന്നെ കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം വായിച്ചത് ആ പുസ്തകമായിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ലേഖനമാണ്. വട്ടുണ്ടോ? കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അദ്ദേഹം ഓതന്റിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ പുസ്തകം തന്നെ കൊണ്ടുവന്നു. അതൊരു അൺപബ്ലിഷ്ഡ് ബുക്കാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് ഓതന്റിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പബ്ലിഷ്ഡ് അല്ല എന്ന് പ്രസാധകരായിട്ടുള്ള പെൻഗ്വിൻ ഇന്ത്യ തന്നെ പറയുന്നുണ്ട്, എഴുത്തുകാരനായിട്ടുള്ള ആൾ തന്നെ പറയുന്നുണ്ട്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വാക്കോൽ തുറു. ഈ ഇന്നലെയാണ് പെൻഗ്വിൻ ബുക്സ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുകയും ഇന്നാണ് ജനറൽ നരവനെ ഇത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തത്. അതിനു മുൻപ് 2023 പെൻഗ്വിൻ ബുക്സ് തന്നെ ഈ പുസ്തകം റെഡിയാണ് എന്ന് പറയുകയും അതിന് ജനറൽ നരവനെ തന്നെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ശ്രീമതി നിഷ അതുമായി ബന്ധപ്പെട്ട് പെൻഗ്വിൻ ഇന്നൊരു ക്ലാരിഫിക്കേഷൻ ഏതാണ്ട് 5-6 മണിക്കൂർ മുമ്പ് അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഒരു പബ്ലിഷ്ഡ് പുസ്തകം എന്ന് പറയുന്നതും ഒരു പുസ്തകം പ്രീ ബുക്കിങ്ങിന് റെഡിയാണ് എന്ന് പറയുന്നതും അൺപബ്ലിഷ്ഡ് ആണ് എന്ന് പറയുന്നതും 3 കാര്യങ്ങളാണ് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല എന്ന് വെച്ചാൽ ആ പുസ്തകം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഇന്നത്തെ അവരുടെ ട്വീറ്റിൽ അത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതായത് ഇത് 3 കാര്യങ്ങളാണ്. ഈ പുസ്തകം അൺപബ്ലിഷ്ഡ് ആണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുസ്തകം ഞങ്ങൾ പ്രിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അത് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പറയണം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. അല്ലെങ്കിൽ 2023 ട്വീറ്റിൽ പെൻഗ്വിന്റെ ട്വീറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ജനറൽ നരാവനെ പറയുന്നത്, ഹലോ ഫ്രണ്ട്സ്, മൈ ബുക്ക് ഈസ് അവൈലബിൾ നൗ, ജസ്റ്റ് ഫോളോ ദ ലിങ്ക്, ഹാപ്പി റീഡിംഗ്, ജയ് ഹിന്ദ് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്റെ പുസ്തകം ഇപ്പോൾ ലഭ്യമാണെന്നാണ് ജനറൽ നരാവനെ പറയുന്നത്. മേ ബി പ്രീ ഓർഡർ ലിങ്ക് ആയിരിക്കാം. പക്ഷേ ഇതിൽ തർക്കമില്ലാത്ത കാര്യം എന്താണ്, അതിനുശേഷം 2-2.5 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രസാധകർ തന്നെ പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞത് പബ്ലിഷ്ഡ് അല്ലാത്ത ഒരു പുസ്തകം, ഈ പുസ്തകം പബ്ലിഷ്ഡ് ആണെന്ന് കരുതിക്കോളൂ. ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി കാണിക്കാം രാഹുൽ ഗാന്ധിയുടെ കയ്യിലല്ലാതെ. ശ്രീ വസന്തിന്റെ കയ്യിൽ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടോ? ഇല്ല. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ആരുടെയും കയ്യിൽ കോപ്പി ഇല്ല. അപ്പൊ അത് രാഹുൽ ഗാന്ധിക്ക് ഓതന്റിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ കോണ്ടെക്സ്റ്റ് സഭയിൽ ഡിസ്കസ് ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഇരിക്കുന്ന ബാക്കി അംഗങ്ങൾക്ക് അറിയില്ല. അതിൽ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് എങ്ങനെ പറയും? അതും ശരിയാണല്ലോ. മാഗസിനിൽ ആർട്ടിക്കിൾ വന്നപ്പോഴോ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 23 മുതൽ ഇതിനെ സംബന്ധിച്ച് പല പരാമർശങ്ങൾ, ഇപ്പൊ അഗ്നിപത് സ്കീമിനെ കുറിച്ച് മുൻ കരസേനാ മേധാവി ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും സർക്കാരോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയോ ഇത് സംബന്ധിച്ച് ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാർലമെന്റിൽ വന്ന ശേഷം മാത്രമാണ് ഇതിനെതിരായിട്ടുള്ള ഇത്ര ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലത് പാർലമെന്റിൽ ഹൗസ് ഓഫ് ബിസിനസ് വഴിയാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ കാരവനിൽ അത് പബ്ലിഷ് ചെയ്തോ എന്നുള്ളതിനെ പറ്റി സർക്കാരിന് ബോധമാവേണ്ട കാര്യമില്ല. സർക്കാരിന്റെ മുന്നിൽ അതൊരു പരാതിയായിട്ട് വരികയോ ഒരു പരാമർശമായിട്ട് അവരുടെ മുന്നിൽ വരികയോ ചെയ്താൽ മാത്രം അവരത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെതിരെ ആർട്ടിക്കിൾ എഴുതുന്ന എത്രയോ പത്രങ്ങളുണ്ട് പ്രസിദ്ധീകരിക്കുന്ന, അതിനെതിരെ അവർ പറയില്ല. പക്ഷേ ഹൗസിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയും. അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ കോപ്പി വേറെ ആർക്കും അവൈലബിൾ അല്ല എങ്കിൽ അത് ലഭ്യമായ നിരവധി കോപ്പി കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എംപിമാർ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അത് കാണിക്കാമായിരുന്നല്ലോ. ഇപ്പൊ പെൻഗ്വിൻ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിൽ പ്രതിയാകേണ്ടതാണ്. കാരണം ഇതിൽ കോപ്പിറൈറ്റ് വയലേഷൻ ആണ് എന്ന് അവർ പറയുന്നുണ്ട്. അതിനെ അദ്ദേഹം എങ്ങനെ ഓതന്റിക്കേറ്റ് ചെയ്യും? ഞാൻ പറയുന്നത് എന്നോട്
ഞാനിപ്പോൾ ഒരു പാർലമെന്റ് അംഗമാണെന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ നിഷ ഒരു പാർലമെന്റ് അംഗമാണ്. നമ്മൾ ആ സഭയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭ്യമല്ലാത്ത ഒരു പുസ്തകത്തിനെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ ഒരു അംഗത്തിന് എങ്ങനെ സാധിക്കും? എന്തായാലും അതിന്റെ കോണ്ടന്റ് ഉള്ളടക്കത്തെ ഇതുവരെ ജനറൽ നരാവനെയും തള്ളി പറഞ്ഞിട്ടില്ല. ഈ വന്ന ഉള്ളടക്കത്തെ സംബന്ധിച്ച് അദ്ദേഹം എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല, അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഭരണ നേതൃത്വത്തിൽ നിന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം അവർ നിറവേറ്റിയില്ല എന്ന് തന്നെയല്ലേ ജനറൽ നരാവനെ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു രാജ്യവുമായുള്ള സംഘർഷമാണ്, ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോകാവുന്ന ഒരു സംഘർഷ സാഹചര്യം. അവിടെ സൈന്യമല്ലല്ലോ തീരുമാനമെടുക്കേണ്ട ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ. അല്ല, സൈനിക നടപടി ആയതുകൊണ്ടാണല്ലോ PM-ഉം പിന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും കൂടി ചേർന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് പ്യൂർലി എ മിലിറ്ററി ഡിസിഷൻ എന്ന് തീരുമാനിക്കുന്നത്. എവിടെ പോണു? വെള്ളം കുടിക്കും. അദ്ദേഹം തന്നെ പറയുന്നു, ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് പോലും പോകാവുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയാനിടയുണ്ട്. ഒരു സെക്കൻഡ്, ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയായിരുന്നു? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണോ തീരുമാനിച്ചത് 11 വിമാനത്താവളങ്ങളെ ആക്രമിക്കണമെന്ന്? ആണോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ ആണോ? പാകിസ്ഥാനിലെ 11 വിമാനത്താവളങ്ങളെ ആക്രമിക്കണമെന്ന് ഓപ്പറേഷൻ തീരുമാനിച്ചത് സിന്ദൂറിന് പിന്നിൽ സൈന്യമാണ്. സർക്കാരിന്റെ ഒരു റോളും ഇല്ല എന്നാണോ ശ്രീജിത്ത് പറയുന്നത്? ഞാൻ പറഞ്ഞത് അത് ഓപ്പറേഷനാണ്. പക്ഷേ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം ആരാണ് എടുക്കുന്നത്? സർക്കാരാണ് എടുക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സർക്കാരാണ് എടുക്കുന്നത്. ഓപ്പറേഷനാണ്. നോ, അങ്ങനെയല്ല, കൺഫ്യൂസ് ആക്കരുത്. ഇത് ഓപ്പറേഷൻ അല്ലല്ലോ, ചൈനീസ് പട്ടാളം വരുന്നു എന്ന അറിയിപ്പാണ് കിട്ടിയത്. അതെ, അപ്പോൾ ചൈനീസ് പട്ടാളം അവരുടെ ടാങ്കുകളും മറ്റ് മിലിറ്ററി ഉപകരണങ്ങളുമായി അവരുടെ മൂവ്മെന്റ് നടക്കുന്നു. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വേണ്ടത് ഒരു മിലിറ്ററി ഡിസിഷനാണ്. നിങ്ങൾക്ക് ഉചിതമായത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനല്ല. നിങ്ങൾ അതിനെ വാച്ച് ചെയ്യുന്നു, നിങ്ങൾ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുക്കുന്നു. അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ബിൽഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് ചെയ്യും. എന്താണ് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് സൈന്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു മെസ്സേജിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. അല്ല, പൊളിറ്റിക്കലി തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, മിലിറ്ററി അല്ല പൊളിറ്റിക്സ് തീരുമാനിക്കുന്നത്. മിലിറ്ററിയോട് മിലിറ്ററി ഡിസിഷൻ എടുക്കാൻ പറഞ്ഞാൽ ദേ ഡു ദ മിലിറ്ററി ഡിസിഷൻ. അവർ ബിൽഡപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് എടുക്കും, അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതാണ് അതിന്റെ ഡിസിഷൻ. അല്ലാതെ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നീട് വരുന്നത്. അതല്ലാതെ ഒറ്റ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ചാനൽ കട്ട് ചെയ്യുമല്ലോ. അതായത് ഇത് കേൾക്കുന്ന സമയത്ത് ജനറൽ നരവനെ എന്താ ചെയ്യേണ്ടത്? ജനറൽ നരവനെ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗോ ഹെഡ് കിട്ടുക. ഇങ്ങനല്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഡിസിഷൻ തീരുമാനിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. സൈന്യത്തിനെ വിടണോ വേണ്ടയോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ. സൈന്യത്തിനോട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറയുന്നതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ. പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളത് സൈന്യം തീരുമാനിച്ചതിന് ശേഷം അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. സർക്കാർ അതിനെ ഗ്രാന്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ ഇതിന്റെ സീക്വൻസ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർക്കോ ആ കാര്യം വിശദീകരിക്കാമല്ലോ. ഇങ്ങനെയാണ് സൈന്യത്തിന് കൊടുത്തു, സൈന്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുത്തു, ഞങ്ങൾക്ക് സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ടായിരിക്കും? പബ്ലിഷ് ചെയ്തില്ലാത്ത ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട്, ഓതന്റിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസ് വേണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ഞാൻ പറയുന്നത് നമുക്കെല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അല്ലയോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ അല്ലാത്ത ഒരു വിവരത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണം, പ്രതിരോധ മന്ത്രി പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. പുറത്തു വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും ഈ കാര്യത്തിൽ അങ്ങനെയല്ല, ഇതാണ് എന്ന് BJP നമുക്കറിയാം. എക്സ്പെർട്സ് ഇല്ലാത്ത പാർട്ടിയല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം വിദഗ്ധരായ ആളുകളുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടായിരിക്കാം ഒരു വാർത്താ സമ്മേളനം നടത്തി പോലും അങ്ങനെയല്ല, ഇതാണ് ഗാൽവാനിൽ സംഭവിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി പറയണ്ട, പ്രതിരോധ മന്ത്രി പറയണ്ട, പാർട്ടി സ്പോക്സ് പേഴ്സൺ പോലും അത് പറയാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ലത് അവർക്ക് ചെയ്യാവുന്നതാണ്. ഈ വിഷയത്തിൽ പാർട്ടി സ്പോക്സ് പേഴ്സൺ അല്ല സത്യത്തിൽ പറയേണ്ടത്, അത് പറയേണ്ടത് സർക്കാരാണ്. കാരണം ഇതൊരു പാർട്ടി ഡിസിഷൻ അല്ലല്ലോ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്, പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിലല്ല, അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ. അതുകൊണ്ട് അതിന്റെ കോൺടെക്സ്റ്റ് എന്താണ്? ഇതിപ്പോ നെഗറ്റീവായിട്ടാണോ അദ്ദേഹം അത് പറയുന്നത്, പോസിറ്റീവായിട്ടാണോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അതായത് എന്നോട് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ എന്ന് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് അർത്ഥത്തിലാണോ നെഗറ്റീവ് അർത്ഥത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നിഷയ്ക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കാരവനിൽ വന്ന ലേഖനത്തിൽ താൻ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയതെന്ന് ജനറൽ നരാവനെ പറയുന്നത് അവർ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇത്തരം ആരോപണങ്ങൾ നിൽക്കുകയാണ്. മാഗസിനിൽ അച്ചടിച്ചു വന്ന ലേഖനമുണ്ട്. അതിനോട് വേണമെങ്കിൽ സർക്കാരിന് പ്രതികരിക്കാം, അല്ലെ? സഭയ്ക്കുള്ളിൽ പ്രതികരിക്കണമെന്നില്ല, സഭയ്ക്ക് പുറത്ത് വേണമെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താവുന്നതല്ലേ ഉള്ളൂ എന്നാണ് എന്റെ സംശയം. അല്ല, സർക്കാർ നോർമലി അങ്ങനെ ചെയ്യില്ല. സർക്കാർ ചെയ്യുന്നത് എപ്പോഴും ഹൗസ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഒഫീഷ്യൽ മാറ്റേഴ്സിനെ പറ്റി പറയുകയുള്ളൂ. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ആരോപണമല്ല. പൊളിറ്റിക്കൽ ആരോപണം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് പോലെയല്ല, ഇത് സഭയിൽ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രണ്ട്, ജനറൽ നരാവനെ കോണ്ടന്റ് തള്ളി പറയുന്നില്ല. ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ സർക്കാരിന് ഈ അന്തരീക്ഷം ക്ലിയർ ചെയ്യാൻ വേണ്ടി സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാർ സ്പോക്സ് പേഴ്സൺസിനോ ഇത് വിശദീകരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് എന്റെ സംശയം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ ഇൻഡോ അമേരിക്ക കരാറുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന കാര്യം ഇന്ത്യ നിർത്തി. നമ്മൾ ഇനി അത് ചെയ്യില്ല എന്ന് ട്രംപ് പറയുന്നു.
ട്രംപ് പറഞ്ഞതിനെ വെച്ചിട്ട് സഭയ്ക്കകത്തും പുറത്തും എല്ലായിടത്തും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഒരാഴ്ച മുമ്പ് ക്രെംലിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കി. എത്ര പേര് ശ്രദ്ധിച്ചു? മലയാളത്തിൽ എത്ര മാധ്യമങ്ങൾ ഇത് കൊടുത്തു? അവരുടെ ക്രെംലിന്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താവ് ഡിമിട്രി പെസ്കോവ് പറഞ്ഞ എന്താണ്? ഞങ്ങളോട് ന്യൂഡൽഹിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനും ഓയിലിന്റെ ഡീലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടേ ഇല്ല. വി ഹാവ് നോട്ട് ഹേർഡ് എനി സ്റ്റേറ്റ്മെന്റ് ഫ്രം ഡൽഹി ഓൺ ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞ ക്രെംലിന്റെ സ്പോക്സ് പേഴ്സൺ. ഞാൻ പറഞ്ഞ അവരുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞാലും പോരെ, അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞല്ലോ. എന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ശ്രീജിത്ത്, അവർ ഔദ്യോഗികമായി പറയുമ്പോഴും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിൽ വ്യക്തത വരുത്തുന്നില്ല. ഈ ഏറ്റവും ഒടുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിച്ചു, റഷ്യൻ എണ്ണ വാങ്ങൽ സംബന്ധിച്ച് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ശരിയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ആ ചോദ്യത്തിൽ നിന്ന് വക്താവ് ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. നമ്മുടെ ഡീൽ ഒപ്പിട്ടിട്ടില്ല. നമ്മുടെ ഡീൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടാത്ത ഡീലിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വത്തിൽ ഈ കാര്യങ്ങൾ ബ്രോഡായിട്ട് പറയുന്ന പല കാര്യങ്ങളും പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അസത്യമാണെങ്കിൽ അത് പറയുന്നതല്ലേ ജനാധിപത്യത്തിലെ സുതാര്യത? അസത്യമാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയാനുള്ള ആർജവം നമ്മുടെ സർക്കാർ മന്ത്രാലയങ്ങളുടെ വക്താക്കൾ കാണിക്കേണ്ടതല്ലേ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്ന അസത്യമായിട്ടുള്ള നൂറുകണക്കിന് കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ വന്നിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാര്യത്തിൽ ബ്രോക്കർ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞു. വിദേശ മന്ത്രാലയവും നമ്മുടെ മന്ത്രിമാരും അടക്കം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. 1. 2, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഡീൽ ഇവിടെ ഉണ്ട്, എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഫാർമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കോൺക്ലേവിൽ വെച്ചിട്ട് അതിന്റെ ഭാഗം മാത്രം കൈകാര്യം ചെയ്യുന്ന മന്ത്രി വന്നിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ പറയുന്ന ഒരൊറ്റ കാര്യത്തിനും അവിടുത്തെ ഈ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇവിടെയുള്ള ചോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഡീലിന് പുറത്താണ് എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയത്തിനെ പറ്റി മറ്റൊരാളോട് പറയണം. മേ ബി ഇറ്റ് ഈസ് ബീങ് ഫൈനലൈസ്ഡ്. ആർക്കറിയാം ഇത് എപ്പോ ഒപ്പിടുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മാർച്ചിൽ ഒരു ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ആർക്കറിയാം എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം ഒന്നല്ല പല തവണയായി യുഎസ് പ്രസിഡന്റ് പറയാണ് റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടായെന്ന്. പക്ഷെ അതിനെ തള്ളി പറയാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ വിദേശകാര്യ മന്ത്രാലയം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇതേ പോയിന്റ് തന്നെയാണ് ആവർത്തിച്ച്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മധ്യസ്ഥം വഹിച്ച് ഇല്ലാതാക്കിയത് ഞാനാണെന്ന് 36 തവണ എന്തോ മറ്റോ ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. അവസാനം പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞോട്ടെ. പാകിസ്ഥാന്റെ മന്ത്രി എന്താ പറഞ്ഞേ? ഞങ്ങൾ അമേരിക്കയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ഞങ്ങളുടെ ഈ മിലിറ്ററിയുടെ ഹെഡിനെ കൊണ്ട് വിളിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ? അല്ലാതെ അമേരിക്ക ബ്രോക്കർ ചെയ്തു എന്നല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളാണ് പാനിക്കായിട്ട് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പക്ഷെ നമ്മൾ വ്യക്തമായി പറയണം, റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കില്ലേ? രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അത് ആയിട്ടില്ലല്ലോ, അത് ഡീലായിട്ടില്ലല്ലോ. ഡീലാവുന്ന സമയത്തല്ലേ തീരുമാനിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ? മാമനോടൊന്നും തോന്നല്ലേ?